ഡോക്ടറെ, നമ്മളൊക്കെ ഡോക്ടർമാരായത് സത്യത്തിൽ ഒരു നിമിത്താണ്. അതെ. കാരണം എന്താണ്, ഒരുപാട് പേര് ഇത് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചു, അതിന് അധ്വാനിച്ചു. പലർക്കും കോഴ്സ് പൂർത്തിയാക്കാൻ പറ്റിയില്ല, പലർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റൊക്കെ പൊതുജനങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കിട്ടാത്ത ഇതിലേറെ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ട്. നമ്മളൊക്കെ പടച്ചോനെ ഏൽപ്പിച്ചൊരു പരിപാടി ഉണ്ട്. ഈ സംഗതി ആളുകളെ അറിയിക്കുക എന്നുള്ളത്. അപ്പോഴാണ് ശരിക്കും നമ്മളെ നിമിത്തം നമ്മൾ അല്ലേ? അങ്ങനത്തെ അത് ഏത് വിശ്വാസമാണെങ്കിലും ഏത് പടച്ചോനാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ. കാരണം നമ്മൾ പഠിച്ചത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമ്പോഴല്ലേ അതിനൊരു കാര്യമുള്ളൂ. അപ്പൊ നിങ്ങളെ കൊടുന്നു വന്നിട്ടുള്ളത് നമ്മൾ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നമ്മൾ ബാക്ടീരിയനെ പറ്റി പഠിക്കുന്നുണ്ട്, വലിയ വലിയ രോഗങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ വിദ്യാഭ്യാസത്തിന് ഇല്ലാത്തൊരു പ്രശ്നം എന്താ അറിയോ? എങ്ങനെ ഭക്ഷണം കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കൺട്രോൾ ചെയ്യണം. ഇന്ന് രോഗങ്ങൾ ഉണ്ടാവുന്നത് വിറ്റാമിൻ ഇല്ലായിട്ടല്ല, അതെ, അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാ. ഇതെന്താ ഉണ്ടാവുന്നത്? സ്കൂളുകളിൽ പോലും പ്രോഗ്രാമിന് നമ്മളടക്കം എന്തിനാ വൃദ്ധതാക്കണം? അതെ, നമ്മളെ ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് ചേഞ്ച് ചെയ്തതോടുകൊണ്ടാണ് ഇന്ന് പ്രധാനമായിട്ട്. എന്നിട്ട് എന്തില്ല, അത് പറഞ്ഞു കൊടുക്കുന്നില്ല. അത് നമുക്കായിട്ട് മാറ്റണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തതോടുകൂടി തന്നെ നമുക്കൊരു ലാക്ക് ഓഫ് എക്സസൈസും കൂടി ഇതിനൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതെ, ജീവിതത്തിന്റെ ഭാഗമായിട്ട് എല്ലാ സൗകര്യവും ഉണ്ടായി. മിക്സി വന്നു, കാർ വന്നു, സ്കൂട്ടർ വന്നു. അതെ, ഇപ്പം എന്തായാലും നമുക്കറിയാൻ പറ്റും. ഒരു സ്കൂളിലേക്ക് ആണെങ്കിൽ ഒരു 100 മീറ്റർ ആണെങ്കിൽ പോലും കുട്ടികൾ നടന്നിട്ട് പോവില്ല. അവരാണെങ്കിലും നമ്മളുടെ കുട്ടി പ്രഷ്യസ് ആയതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു വണ്ടി ഏർപ്പാട് ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസിയും ഇതുപോലെ തന്നെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയും എല്ലാം ഉണ്ട്. പിന്നെ ഫോൾട്ടി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണം കുട്ടികളിലും ഒരുപാട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. ഇന്ന് നിങ്ങളെ വിളിച്ചു വരുത്തിയ ഒരു പ്രധാന കാരണമുണ്ട്. ഓക്കെ, ഒരു അമ്മ, ഒരു ചേച്ചി, ഒരു ഭാര്യ ഒക്കെയാണല്ലോ നിങ്ങള്, ഒരു മകള് ഒക്കെയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അടുക്കള കൈകാര്യം ചെയ്യുന്നവരാണ്. സ്വാഭാവികമായിട്ടും സ്റ്റെതസ്കോപ്പ് കൊണ്ട് പോലെ തന്നെ അടുക്കളയിലെ കത്തി കൊണ്ടും കയ്യില് കൊണ്ടും രോഗത്തെ മാറ്റാൻ പറ്റും. മറ്റൊന്നുമല്ല, രോഗത്തെ, ഭക്ഷണത്തെ, വിശിഷ്യ വയറിലെ പുണ്ണ്, അൾസർ, നെഞ്ചരിച്ചില്, അസിഡിറ്റി, ഗ്യാസ്, വയറ് ചാടല്, ഓക്കാനം, ഏമ്പക്കം, മൂലക്കുരു, ഫിഷർ, ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഒരു ഡോക്ടർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു വീട്ടമ്മക്ക് ചെയ്യാൻ പറ്റും. അതെ, കാരണം നമ്മളെ ഡയറ്റ് നന്നായിട്ട് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഫാമിലിയിൽ തന്നെ ഫസ്റ്റ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മുടെ ഡയറ്റിൽ എങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെ വീട്ടമ്മമാർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ആദ്യം ഒരു വീട്ടമ്മ എന്നുള്ള നിലക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഭക്ഷണത്തിൽ ഒരാൾക്ക് വയറിൽ പുണ്ണുണ്ടാവാതിരിക്കാൻ, ഗ്യാസ്ട്രിക് അൾസർ ഉണ്ടാവാതിരിക്കാൻ, ഒരാൾക്ക് നെഞ്ചരിച്ചിലും പൊളിച്ചു തട്ടൽ ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മളെ കേരളീയരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ കാര്യമായിട്ട് ഫസ്റ്റ് പറയേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, നമ്മൾ പുറത്തുനിന്നുള്ള അമിതമായിട്ടുള്ള ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും ജോലി തിരക്കും, പലപ്പോഴും വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിൽ തന്നെ എന്താ വെച്ചാൽ വീട്ടിലെല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആവും അവർ ഭക്ഷണം കഴിക്കുക. പലപ്പോഴും നമ്മൾ ഒ പിയിലൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ സ്ത്രീകൾ പറയാറ് എന്താ വെച്ചാൽ ആ കുട്ടികളെ നോക്കി, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ഭക്ഷണം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ചിലപ്പോൾ ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ ഈ ഫോൾട്ടി ആയിട്ടുള്ള ഒരു ടൈമില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കൽ ഇതൊക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ സ്റ്റൊമക്ക് കംപ്ലയിൻസ്, വയറിൻ്റെ അസുഖങ്ങൾ വരാനുള്ള കാരണമാവാറുണ്ട്. സാധാരണ രീതിക്ക് ഇന്ത്യക്ക് അനുഭവത്തിൽ ഈ 50 വയസ്സുള്ള ഇത്തമാരും ചേച്ചിമാരും വരും. ഇവരുടെ ജീവിതം ഭർത്താവിനും അമ്മായിയമ്മക്കും മക്കൾക്കും വേണ്ടി ഹോമിക്കുകയാണ്. എന്തിനറിയോ? നമ്മളെ മലയാളികളുടെ അടുക്കളയിൽ മാത്രമേ ഇത്ര നേരം ഭക്ഷണം ഉണ്ടാക്കുന്നുള്ളൂ. ഒരു ഫോറിനർ ആണെങ്കിൽ രാവിലെ ഒരു ബർഗറോ സാൻഡ്വിച്ചോ കഴിച്ചു പോകും. നമ്മൾ എന്താ വെച്ചാൽ കൂടുതൽ സമയം അടുക്കളയിൽ കുക്കിങ്ങിനാണ് സമയം സ്പെൻഡ് ചെയ്യുക. അത് കഴിക്കാനാണെങ്കിൽ വെറും 5 മിനിറ്റേ ആവശ്യമുള്ളൂ എന്തായാലും. പക്ഷെ അതല്ല, ഇതെന്താ ഉണ്ടാവുന്ന പറഞ്ഞാൽ ആ കുട്ടിയുടെ ആയുസ്സിൻ്റെ ഒരു ഭാഗം അവിടെ വേസ്റ്റ് ആവുക. എന്നിട്ടോ ഓക്കെ, അത് സംതൃപ്തിയോടെ ആവുകയാണെങ്കിൽ ഇവർ ഭക്ഷണം കഴിക്കുന്നില്ല. എന്നിട്ട് 50 വയസ്സാകുമ്പോഴേക്ക് ഇവർ രോഗിയാവുകയാണ്. വയറ് ചാടി, കാലുവേദന വന്ന്, ചൂടും പുകയെടുത്ത്, ചുളിവുകൾ വീണ്, കൂടെ ഒപ്പം പഠിച്ച നല്ല ചുറുചുറുക്കുള്ള ആളുകളെ കാണുമ്പോൾ ഇത് വേണമെന്ന് ചോദിക്കേണ്ട അവസ്ഥയ്ക്ക് എത്തുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഇതിന് ചെയ്യാവുന്ന ഒരു പണി ഞാൻ പറഞ്ഞിട്ടെ, വീട്ടിൽ എല്ലാവർക്കും ഒരു ടൈം ടേബിൾ വെക്കുക. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ വരിക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും സുഖമാണ്. ആ സ്ത്രീകൾക്ക് അതിനനുസരിച്ച് എടുത്ത് വെക്കുക. 2 കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട, ഉള്ളത് സമയത്ത് കഴിക്കുക. എന്നിട്ട് പിന്നെ അഡീഷണൽ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യുക. രണ്ടാമത്തത്, എന്ത് തിരക്കുണ്ടെങ്കിലും ഭക്ഷണത്തിന് സമയം, അപ്പോൾ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി സമയം മാറ്റി വെക്കും, വിരുന്നേര് വന്നാൽ അതിന് സമയം മാറ്റി വെക്കും. അതേ രൂപത്തിൽ എന്ത് ചെയ്യുക. കാരണം ഇതൊരു ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് കരുതിയിട്ട് നമ്മൾ അതിനായി ടൈം സ്പെൻഡ് ചെയ്യാനാക്കിയിട്ട് വെക്കുക. രണ്ടാമത്, വെള്ളം കുടിക്ക് ഞാൻ പറയുന്ന ഒരു സംഗതി എന്താ അറിയോ?
ഇപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന വൈഫ് പോകുമ്പോൾ അത് അവൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. ഒരു ബോട്ടിൽ വെള്ളം തരും. ഈ സംഗതി ഹോസ്പിറ്റലിൽ വെള്ളമില്ലായിട്ടല്ല, ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ കുപ്പിവെള്ളം ഓരോ ക്യാബിനിലും രാവിലെ കൊണ്ടുവന്ന് വെക്കും. പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ അറിയാതെ എടുത്ത് കുടിക്കും. പിന്നെ അത് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നീച്ച് നടക്കും. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് മണിക്കൂറുകൾ ഒരു മൊബിലൈസേഷൻ, ഒരു ഒരു എക്സസൈസ് വരും. ഇത് കഴിഞ്ഞ് വീണ്ടും വെള്ളം കുടിക്കും. ഇങ്ങനെ ആളുകൾക്ക് കാണുന്നിടത്തും കിട്ടുന്നിടത്തും വെള്ളം വെക്കുക. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വെള്ളം കുടിക്കാനുള്ള കറക്റ്റായിട്ട് കിട്ടും. ഇനി മൂന്നാമത്തത്, ഏതൊക്കെ ഭക്ഷണം വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത്? എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ മസാലകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, ഓയിലി ആയിട്ടുള്ള വളരെ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ ചില ആളുകൾ മദ്യപാനമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ അവയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ അറിയോ, ഡാൽഡ പറഞ്ഞ സാധനമല്ലേ, വനസ്പതി ഡാൽഡ, ഈ സാധനം പരമാവധി ഒഴിവാക്കിയാൽ കുറവ് കിട്ടും. പിന്നെ നമുക്ക് അറിയാത്തൊരു സംഗതി ഉണ്ട്, എല്ലാവരും ഇറച്ചി മീനും എണ്ണമെഴുക്കുള്ളത് ഒഴിവാക്കും, പക്ഷെ അരിഭക്ഷണം ഒഴിവാക്കും. അതെ, കാർബണേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ, മധുരം അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇറച്ചിയോ മീനോ എണ്ണയോ എണ്ണമെഴുക്കുള്ളതോ കഴിക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൽ കൊഴുപ്പുണ്ട്, നിങ്ങളുടെ ലിവറിന് കേടുവരുത്തും, തടി കൂട്ടും, ശരി. പക്ഷേ ഇതേപോലെ തന്നെ നിങ്ങൾ അരിഭക്ഷണം കഴിച്ചാൽ അതിൽ അത്ര തന്നെ കൊഴുപ്പില്ല, പക്ഷേ ശരീരത്തിലെത്തിയാൽ ഇത് കൊഴുപ്പായി ലിവറിൽ സംഭരിക്കും. സ്വാഭാവികമായിട്ടും ഇറച്ചി മീനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പഞ്ചസാരയും കുറേ പേസ്ട്രിയും കുറേ ജ്യൂസുകൾ, അതുപോലെ തന്നെ മധുരം ഇട്ടിട്ട് ജ്യൂസുകൾ കഴിക്കുന്നത് ഇതേപോലെ തന്നെ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഫ്രൂട്ട്സുകൾ ആസച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പലപ്പോഴും എന്താ വെച്ചാൽ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയുമ്പോൾ അവരെന്താ വെച്ചാൽ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ജ്യൂസായിട്ട്, അത് ജ്യൂസ് ആകുമ്പോൾ നമ്മൾ പലപ്പോഴും അത് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടാതെ. കഴിഞ്ഞ പ്രാവശ്യം ഒപിയിൽ വന്നിട്ട്, നിങ്ങളെ ഒപിയിൽ വന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു പേഷ്യൻ്റ് എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ആ ഡോക്ടർ ജ്യൂസ് കുടിക്കരുത് എന്നുള്ളത് പറഞ്ഞു. ജ്യൂസ് നല്ല സാധനമല്ലേ ചോദിച്ചു. അപ്പം എനിക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി എന്താണെന്നുള്ളത്. അതായത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞുതരാം. ജ്യൂസ് കേടൊന്നുമല്ല, നിങ്ങളില്ലാത്ത പൈസ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തിട്ട് ഈ ഫ്രൂട്ട്സ് വാങ്ങുകയാണ്. ഇത്രയും പൈസ കൊടുത്ത് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അതിലുള്ള ഫൈബർ കിട്ടണം. അത് കിട്ടണം എന്നുണ്ടെങ്കിലാണ് ശോധന ഉണ്ടാവുക, ദഹനം ശരിയാവുക, മൂലവ്യാധികൾ ശരിയാവുക ഒക്കെ ഉണ്ടാവുക. പക്ഷേ ഈ ഫൈബർ ഉള്ളത് മുഴുവൻ നമ്മൾ ചണ്ടിയായിട്ട് വലിച്ചെറിഞ്ഞ് അതിൽ പഞ്ചസാര മിക്സ് ചെയ്ത് കുടിച്ചാലോ ഗുണത്തിലേറെ ദോഷം ഉണ്ടാവുക. എന്നാൽ കള്ളുടിക്കണ ദോഷമൊന്നുമില്ല, ജ്യൂസ് കൊണ്ട് ദോഷം എന്നുള്ളത് ആ പഞ്ചസാരൻ്റെ എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കരുതി എത്ര ഫൈബർ കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങണല്ലേ, നല്ല സാധനങ്ങൾ നമ്മൾ എന്തിനാണ് ആസ്വദിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ദഹനത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സ് ഗ്ലാസ് ആയിട്ട് കഴിക്കുന്നതാണ്. നാരുകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ സ്റ്റൊമക്കിന് ആമാശയത്തിനൊക്കെ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ പോട്ടെ, ഒരു പല്ല് ക്ലീൻ ആവാന് ആപ്പിളോ കരിമ്പോ കടിച്ച് കഴിച്ചാൽ മതി. നമ്മളെപ്പോഴും ബേസിക് ലെവലിൽ നിന്ന് തുടങ്ങാം. ഞങ്ങൾ ഓരോ വീഡിയോയും സാധാരണ ആൾക്കാർ കണ്ട് നിങ്ങളെ വീട്ടിലിരുന്ന് മാറ്റുമ്പോഴാണ് ഞങ്ങൾ നല്ല ഡോക്ടർമാരാവണേ. ഇതല്ലാതെ നിങ്ങൾക്ക് കടിച്ചാൽ പൊട്ടാത്ത മെഡുല, ഒബ്ലൈങ്കോറ്റ, അഞ്ചിയോപ്ലാസ്റ്റി എന്നൊക്കെയുള്ള വലിയ വലിയ വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾക്കൊട്ട് മനസ്സിലാവില്ല. അവാർഡ് സിനിമ കാണുന്ന പോലെ ഇങ്ങനെ നിൽക്കും ചെയ്യും. അങ്ങനെയല്ല വേണ്ടേ. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെയൊക്കെ അടുക്കളയിൽ ഒരു മാറ്റം ഉണ്ടായാൽ ആശുപത്രി ബില്ല് അങ്ങോട്ട് കുറഞ്ഞ് കിട്ടും. അതിനുള്ള വേറൊരു സംഗതിയും കൂടെ ഇനി പറഞ്ഞു തരാം. നിങ്ങളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ പാത്രങ്ങൾ അവിടെ കൊണ്ടുപോയോ വലിച്ചെറിയും. അതിൽ ഇൻഫെക്ഷൻ വരും, ബാക്ടീരിയകൾ വരും, അത് രോഗകാരണമായിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചുരുങ്ങിയ വെള്ളം ആ ഭക്ഷ്യ വേസ്റ്റുകൾ ഉണ്ടല്ലോ അതെങ്കിലും കളഞ്ഞിട്ട് ക്ലിയർ ആക്കാൻ നോക്കുക. പോളിഷ് ചെയ്യലും ഇതൊക്കെ പിന്നെ ആക്കിയാലും വേണ്ടില്ല. ഭക്ഷണം അങ്ങനെ വേസ്റ്റ് ഇട്ട് കുമിഞ്ഞു കൂട്ടിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ആ വേസ്റ്റ് ഇട്ടിട്ട് വലിച്ചെറിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായിട്ടോ. ഞങ്ങളെ വളരെ അടുത്തുള്ള ഒരാളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ തന്നെയാണ് കുട്ടിക്കോളി, വേറുള്ള ഒരു കുറ്റം പറയണ്ടല്ലോ, പാമ്പ് വന്നു. അപ്പോൾ പാമ്പ് വന്നപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ പറഞ്ഞാൽ വീട്ടിലത്തെ വേസ്റ്റൊക്കെ പുറത്തേക്ക് എറിയാണ്. സ്വാഭാവികമായിട്ടും എലികൾ വരികയാണ്. എലികൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഇതിനെ പിടിക്കാൻ പ്രകൃതി നിയമമാണ്. ഇവിടെ പാമ്പ് വന്നതൊരു തെറ്റല്ല, പാമ്പ് വരുത്തിയതാണ് പാമ്പിനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുക്കളയിലുള്ള വൃത്തിയില്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതേ രൂപത്തിൽ നമ്മൾ എറിയുന്ന വേസ്റ്റുകളിൽ മുതൽ പിടിച്ചൊരാരോഗ്യം അവിടെ കിടക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ ആരോഗ്യം തുടങ്ങേണ്ടത്. നമ്മളെ സ്കൂളിലൊന്നും പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഇത് പഠിപ്പിച്ചു തരുന്നില്ല. എന്നാൽ വിറ്റാമിൻ സി ഉള്ള പഴങ്ങൾ ഏതാണ്, വിറ്റാമിൻ ഡി ഉള്ള ഫലങ്ങൾ ഏതാണ്, സ്കർവി വരുന്നത് എപ്പോഴാണെന്നൊക്കെ പഠിക്കുന്നുണ്ട്, ഗുഡ്. പക്ഷേ വെള്ളം കൂടി കുറഞ്ഞാലുള്ള രോഗങ്ങൾ പറയണം. എന്നാൽ ഡോക്ടർ ഒരു കാര്യം ചെയ്യും, വെള്ളം കൂടി കുറഞ്ഞാലുള്ള രോഗങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ വേനൽക്കാലം ആയതുകൊണ്ട് മൂത്രാശയ അണുബാധ എന്ന് പറയുന്നത്. കാരണം വളരെ റെക്കറൻ്റ് ആയിട്ട് ഇപ്പോൾ കൂടുതൽ കാണുന്നതാണ്
മൂത്രത്തിൽ അണുബാധ. എല്ലാവരും ചെക്ക് ചെയ്താൽ പറയും മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കര എരിച്ചിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട്. പലപ്പോഴും നമ്മളിതൊന്ന് ലാബിൽ ഈ സിംറ്റംസ് ഒക്കെ വളരെ കലശമായിട്ട് പറയുമ്പോൾ ലാബിൽ കൊടുത്തു കഴിഞ്ഞാൽ പസൽസിൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് കാണുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. പിന്നെ ഒരുവിധം നമ്മളെല്ലാ ഡൈജസ്റ്റീവായിട്ടുള്ള നമ്മുടെ സ്റ്റൊമക്കിന് ദഹന സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസുകൾ നമുക്കറിയാം. മൂലക്കുരു പോലെയുള്ള ഫിഷർ പോലെയുള്ള ഒക്കെ വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ നമ്മുടെ വെള്ളം കൂടി കുറവുള്ളത് തന്നെയാണ്. എനിക്ക് ഏറ്റവും രസമുള്ള കാര്യം എന്താ അറിയോ, ഈ മൂത്രക്കടച്ചിൽ എന്നുള്ള രോഗത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിൻ്റെ സിംറ്റംസ് കേട്ട് കഴിഞ്ഞാൽ വലിയ വലിയ സിംറ്റംസ് ഉള്ളതായിരിക്കും. പനി വരും, വിറയൽ വരും, ചൊറിച്ചിൽ വരും, ബ്ലഡ് പോകുമ്പോൾ മൂത്രം പോകുമ്പോൾ ഈവൻ ബ്ലഡ് വരെ വരും. ആളുകൾ എന്ത് കരുതും കിഡ്നി സ്റ്റോൺ ആണെന്ന് കരുതും. ആയേക്കാം. പക്ഷേ ഈ സാധാ മൂത്രം ഒഴിക്കുമ്പോൾ വെള്ളം കുടിക്കാത്തതിൻ്റെ പേരിൽ വരുന്ന വിറച്ച് പനിക്കും അപസ്മാരാണെന്നുള്ളത് വരെ പറയേണ്ട കോലത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇതൊക്കെ നമ്മൾ അമ്മമാരൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല കുട്ടികളെ വെള്ളം കുടിപ്പിക്കുക. മൂത്രം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഇത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ വേനൽക്കാലം പറയുമ്പോൾ ഇതിൽ അപകടം വരുത്തുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. നമ്മൾ വെയിലത്ത് പണിയെടുക്കണോനെ വെള്ളം കുടിപ്പിക്കും. ശരി, അവൻ വെള്ളം കുടിക്കണ്ട, അവന് ദാഹം ഉണ്ടാവും. നമ്മളൊക്കെ എ സിയിലിരിക്കുക. നമുക്കൊക്കെ രാത്രി ഒരു വേദന വരുമ്പോൾ മാത്രമേ ഇത് അറിയുള്ളൂ. പ്രവാസി സുഹൃത്തുക്കൾ, ഇവർക്ക് പ്രവാസ ലോകത്തെ ചൂട് കൊള്ളുന്ന ആളുകൾ ഒബ്വിയസ്ലി വെള്ളം കുടിക്കും. പക്ഷേ പ്രവാസികളായിട്ട് നല്ല IT ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിക്കുക. രാത്രി ഒരു വേദന വന്ന് 2 മണി 3 മണിക്ക് ഞങ്ങൾക്ക് സ്ഥിരം കോള് വരുന്നതാണ്. ആ കോള് വന്നാൽ അറിയാം ഓനിന്ന് കല്ല് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം എന്താ അറിയോ, നിങ്ങൾ വെള്ളം കുടിക്കാത്തത് അറിയില്ലേ. ഈ AC-ൻ്റെ ഉള്ളിൽ ഇരുന്ന് നിങ്ങൾ പുറത്ത് പോയാലും അത്ര പ്രശ്നം വരില്ല. നേരെ മറിച്ച് സ്ഥിരം AC-ലല്ലാത്തവരിത് എന്ത് ചെയ്യും, കാര്യങ്ങൾ ശ്രദ്ധിക്കും. അപ്പോൾ കുറേ മരുന്ന് കുടിച്ചിട്ടും കുറേ സർജറി ചെയ്തിട്ടും രോഗം മാറ്റണയിലേറെ നല്ലതാണ് നമ്മളെ വീട്ടിൽ ഇതൊക്കെ. വെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ ഗൾഫിൽ പോകണം. നമുക്ക് പറിച്ചത് വെറുതെ തരുന്ന സാധനമാണ്. മഴ പെയ്താൽ കിണറ്റിൽ നിന്ന് ഏറിപ്പോയൊന്ന് മോട്ടർ ഇട്ടാൽ മതി. മറ്റേത് വെള്ളത്തിനുള്ള പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ നല്ലൊരു ശതമാനം പൈസയാണ് വെള്ളത്തിന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ ആശുപത്രിക്ക് ബില്ല് കൊടുക്കണ്ട. നിങ്ങൾ കളയുന്ന നിങ്ങളുടെ വീട്ടിലുള്ള വെള്ളം, നിങ്ങളുടെ അടുക്കള തോട്ടത്തിലുള്ള പച്ചക്കറി, വേറൊരു സാധനമാണ് സൂര്യപ്രകാശം. ഡോക്ടർ അതൊന്ന് പറഞ്ഞു കൊടുക്കുമോ? അപ്പോൾ വൈറ്റമിൻ ഡിൻ്റെ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ളൊരു സോഴ്സ് സൂര്യപ്രകാശമാണ്. ഈ വൈറ്റമിൻ ഡി നമ്മുടെ എല്ലുകളുടെ വളർച്ചയെ ഒരുപാട് അസുഖങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. എന്താ അറിയോ, നമ്മളെ നാട്ടിലേക്ക് വെറുതെ കിട്ടുന്ന സാധനം സൂര്യപ്രകാശം. അതെ, ആളുകൾ പൈസ കൊടുത്ത് വൈറ്റമിൻ ഡിന്റെ ടാബ്ലറ്റ് വാങ്ങണ ഒരു കാലായി മാറി. അതെ, യൂറോപ്യന്മാർക്ക് ഓൽക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്തില്ല, സൂര്യപ്രകാശം നാട് തണുത്ത നാടാണ്. ഓല് വെയിൽ കൊള്ളാനാണ് ഈ കോവളത്തേക്ക് വരുന്നത്. നമ്മളെ നാട്ടുകാരെന്ത് ചെയ്യും, ഓലെ സായിപ്പിനെ വായ നോക്കി കുറ്റം പറഞ്ഞു നിൽക്കും. നമുക്ക് കിട്ടുന്ന വെയിലിന്ന് പോയിട്ട് AC-യിൽ ഇരിക്കും ചെയ്യും. ഇതിൽ തന്നെ ഒരു രസമുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾ ആരൊക്കെയോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇളം വെയിലാണ് വൈറ്റമിൻ ഡി ഉള്ളത്. എൻ്റെ പൊന്നുമക്കളെ, അങ്ങനെയല്ല. എൻ്റെ വീട്ടമ്മമാരിത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലോണം 10 മണി മുതൽ 3 മണി വരെയുള്ള വെയിലാണ് ഈ സാധനം ഉള്ളത്. ഇത് വെച്ചിട്ട് വെയിലത്ത് പോയിട്ട് കൂമ്പ് വാടുന്ന തരത്തിൽ നിങ്ങൾ വെയിൽ കൊള്ളൊന്നും വേണ്ട. കുറച്ചായിട്ട് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ വെയിൽ കൊണ്ടാൽ ശരീരത്തിലെ കൊളസ്ട്രോളിൽ നിന്ന് അത് വൈറ്റമിൻ ഡി ഉണ്ടാക്കി ഒരുപാട് രോഗപ്രതിരോധ ശക്തി നമുക്ക് തരും. നിങ്ങൾ ഉറക്കത്തിനെ പറ്റിയൊന്ന് പറഞ്ഞു കൊടുക്കും. നമ്മളൊരു കൃത്യമായിട്ടൊരു ഉറക്കത്തിൻ്റെ പാറ്റേൺ ഉണ്ടാക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലാത്തരം അസുഖങ്ങൾക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും നമുക്ക് ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. 6 മുതൽ ഒരു 8 മണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടണം എന്നുള്ളതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതെന്താ അറിയോ, നിങ്ങളോട് തന്നെ പറയണം, സ്വാഭാവികമായിട്ടും ലേഡീസ് ആണ് ഇതിൽ ഏറ്റവും ഭംഗം വരുത്തുന്നത്. അതിന്റെ കാരണം എന്താ അറിയോ, ഇവർ ഭർത്താവ് വരുന്നത് വരെ കാത്തു നിൽക്കും. ഏറ്റവും അവസാനം ഉറങ്ങുന്ന ഭർത്താവ് ഉറങ്ങിയിട്ടേ ഉറങ്ങുള്ളൂ. ഏറ്റവും ആദ്യം എണീക്കുന്ന കുട്ടി എണീക്കുന്നതിൻ്റെ മുൻപ് എണീക്കും. പിന്നെ വേറൊന്ന്, ബന്ധോ ഹർത്താലോ സമരോ സൽക്കാരോ കല്യാണോ ഈ പെരുന്നാളും ഓണൊക്കെ വന്നവർക്ക് പണി കൂടുതൽ യാതൊരുവിധ ലീവും ഇല്ലാത്ത ജോലിയാണ്. അപ്പൊ അത് നിങ്ങൾ വീട്ടമ്മമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ നേരം വൈകി വരുന്നവനുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താക്കോലെടുത്തിട്ട് കയറുക, അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും നിൽക്കുക, വേറെ ഒന്നും നോക്കണം. കാരണം എന്താ അറിയോ, എൻ്റെ ഉമ്മക്ക് 9 മക്കളാണ്. ഈ 9 മക്കൾ ആഴ്ചയിൽ ഓരോ ദിവസം വൈകി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മ അപ്പം ആളേക്കണം. അപ്പോൾ ഉമ്മല്ല, ഉമ്മക്ക് പ്രാർത്ഥിച്ച് സ്വർഗം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. കാരണം ഉമ്മക്ക് 9 മക്കളെ ഓരോരുത്തരും നേരം വൈകി വന്ന എന്താ അവസ്ഥ? ചിലപ്പോൾ വേറെ രാവിലെ ഒരു മോന് രാവിലെ പോവാണ്ടാവും. ഈ ഉമ്മതൊക്കെ സഹിക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താവുകയാണ്, നമ്മൾ മക്കളെന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടേ പറ്റുള്ളൂ. ഓരോരുത്തർ തമ്മിൽ മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ രീതി എന്താ പറഞ്ഞാൽ രാത്രി കടന്ന് വൈകി കിടക്കുന്ന രീതിയാണ്. ഓക്കെ, ഗുഡ്. പക്ഷേ ഒരു രക്ഷിതാവ്, ഒരു ഉമ്മ അത് നോക്കാൻ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ലൈഫ് സ്റ്റൈല് വീട്ടിലെല്ലാവരും സെറ്റ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉമ്മ മാത്രമല്ല ഇത് ചെയ്യേണ്ടത്, ഉപ്പയും കുട്ടികൾ പഠിക്കണമെന്ന് നോക്കട്ടെ. ഉമ്മാൻ്റെ മാത്രം ജോലിയല്ലല്ലോ ചായ ഉണ്ടാക്കല്ലേ.
ഞാനീ പറയണ ചിലപ്പോൾ ഇതിൻ്റെ താഴെ എൻ്റെ കുടുംബക്കാർ ട്രോൾ ചെയ്യും കേട്ടോ. മാറ്റം വേണം. എൻ്റെ നിന്ന് മാറ്റം തുടങ്ങുമ്പോഴാണല്ലോ, എന്നിൽ നിന്ന് മാറ്റം ഉണ്ടാകുമ്പോഴാണല്ലോ ഇവിടെ റെവല്യൂഷൻ ഉണ്ടാവുന്നത്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നിർത്താം. മാനസികാരോഗ്യം എന്തൊക്കെയാണ്? മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ഇരിക്കില്ല എങ്കിൽ പോലും നമ്മൾ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ ചെറിയ എക്സസൈസുകൾ ഡെയിലി ഫോളോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ മെഡിറ്റേഷനൊക്കെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഇപ്പം നമുക്കറിയാം, പണ്ടൊക്കെ കുട്ടികളായിരിക്കുന്ന ആൾക്കാർക്ക് സ്ട്രെസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഒരു 5 വയസ്സായ കുട്ടീനെ ചിലപ്പോൾ പാരൻസ് കൊണ്ടുവരുമ്പോൾ പറയും കുട്ടിക്ക് സ്ട്രെസ്സാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും 5 വയസ്സായ കുട്ടിക്ക് എന്ത് സ്ട്രെസ്സാണ്? പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്കും സ്ട്രെസ് ഉണ്ട്. നേരത്തെ ഒരു വലിയ ഫാമിലി ഒക്കെ ആയിരുന്ന സമയത്ത് അവർക്ക് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഗ്രാൻഡ് പാരൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നെന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പാരൻസിലൊക്കെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് കുട്ടികൾ കുട്ടികളുടേതായ ലോകത്ത്, ഒന്നുകിൽ ഫോണായിട്ടിരിക്കും, പാരൻസിൻ്റേതായ ലോകത്ത്. അപ്പോൾ അവർക്ക് അവരുടേതായ സ്ട്രെസ്സുകളൊക്കെ റിലീഫ് ചെയ്യാനൊക്കെ ആയിട്ടും കുട്ടികളൊക്കെ മാക്സിമം കളിക്കാൻ വിടുക. ഇനി വലിയവരുടെ കാര്യത്തിലാണെങ്കിൽ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത്. ഇനി ഇതിന് ഞങ്ങളെ വീട്ടിൽ ചെയ്ത, ഞങ്ങൾ വലിയ ഫാമിലി ആട്ടോ, 9 മക്കളുടെ ഫാമിലിയാണ്. അതെ അതെ, സാർ പറയണ്ടായല്ലോ നേരത്തെ തന്നെ. എന്താ വെച്ചാൽ ബിഗ് ഫാമിലിയാണ്. ഞങ്ങൾ നേരെ തിരിച്ചൊരു ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ. ഞങ്ങളെ വീട്ടിൽ ചെയ്തിരുന്ന ഒരു സംഗതി എന്താ അറിയോ? കറക്റ്റ് ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും രാത്രി ഭക്ഷണം ആണെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും. ഇതിൽ തന്നെ എന്താണെന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണത്തിന് കൂടുതൽ സമയം എല്ലാവർക്കും ഒരേ സമയം കിട്ടുക. അപ്പം എന്ത് ചെയ്യുന്നതാണ്, ആദ്യം ഫോൺ ഓഫ് ആക്കി വെക്കും, 2 TV ഓഫ് ആക്കും. മൂന്നാമത് ചെയ്യേണ്ടത് എന്താണ്, തലവേദനകൾ ഒഴിവാക്കും. ഫോർ എക്സാമ്പിൾ, അവിടെ കാത്തു നിൽക്കുക, ഇവൻ എല്ലാവരും ഒന്ന് മനസ്സ് ഫ്രീ ആവും. എന്നിട്ട് എല്ലാവരും ടെൻഷനുകൾ പറയും. എന്റെ പരസ്പരം ഷെയർ പിന്നെന്താ, ഞാൻ ഇപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞ കാര്യം എന്താ പറഞ്ഞുതരാം. ഇന്ന് വീഡിയോ ചെയ്യണം, തമ്പുരാനെ വീഡിയോ എങ്ങാനും പാടുവോ, ആൾക്കാരെങ്ങാനും നെഗറ്റീവ് കമന്റ് ഇടുവോ. ഇപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ് രസമായി വന്നിട്ട് അത് വേറെ ചെയ്യും. ആൾക്കാരെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് നാളെ വീഡിയോ റീച്ച് ആവൂലേ എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ എടുക്കണേനൊന്നും ഗുണം കിട്ടൂലേ എന്നുള്ള ഡിസ്കസ് ചെയ്യും. അതുപോലെ പറയാം, എനിക്ക് കുറച്ച് വേണം, കുറച്ച് കൂടുതലാണ്, എൻ്റെ റീച്ച് അത്ര മതി എന്നുള്ള പറയാം. അത് ശരിക്കും എന്താണ്, അവിടെ ഒരു അടുപ്പം വരികയാണ്. അതല്ലെങ്കിൽ ചെറിയ കുട്ടിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോക്ലേറ്റ് കൊടുത്തു, ആ ചോക്ലേറ്റ് ഉരുകിയതാ കൊടുത്തത്, തെറ്റിന്റെ ഒക്കെ തന്നെ ആയിരുന്നു. ഞാൻ ചോക്ലേറ്റ് കൊണ്ടുവരാറുന്നു, ഞാനത് വണ്ടിയിൽ വെച്ചു, ഒരു വെയിലത്ത് നിന്ന് ഉരുകി. കുട്ടി വന്നപ്പോ എന്തായിക്കണു, ഇത് ചോക്കോ സ്റ്റിക്ക് പോലെ ആയിക്കണു. അവൾക്ക് നല്ലൊരു ഓഫറായിട്ട് ഞാൻ അധികം ചോക്ലേറ്റ് ഒന്നും കൊടുക്കലില്ല, പക്ഷെ അന്ന് നിർബന്ധിതാവസ്ഥയിൽ ഇത് കിട്ടിയപ്പോ എന്തായി, കുട്ടിന്റെ പ്രശ്നം അവിടെ അതാണ്. ഇതൊക്കെ ചോദിക്കണോ, പറയണോ, ചിരിക്കണോ, കളിയാക്കണോ, സന്തോഷിക്കണോ, പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അതെ, പരസ്പരം ഷെയർ ചെയ്യുന്നത് നമ്മുടെ സ്ട്രെസ് നന്നായിട്ട് കുറയ്ക്കും. ഈ ഫോൺ വന്നതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ അറിയണില്ല. ഇല്ല, പലപ്പോഴും പല വീടുകളിലും എന്താ വെച്ചാൽ, ഞാൻ തന്നെ ചിലപ്പോൾ ഫോൺ എടുക്കുമ്പോൾ രാത്രിയിൽ എൻ്റെ മോൻ പറയും അമ്മയ്ക്ക് എപ്പോഴും ഫോൺ മാത്രമേ ഉള്ളൂ എന്നുള്ളത്. കാരണം കുട്ടിയുടെ മൈൻഡിൽ അങ്ങനെ ഒരു ദിവസം എൻ്റെ മോൻ അങ്ങനെ ചോദിച്ചതിന് ശേഷം ഞാൻ പലപ്പോഴും ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട്. എന്നിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ അവന് എന്തെങ്കിലും സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അവരുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ. അതെ, ഇതിന്റെ രസം, നമ്മൾ ഒരു അമ്മയും അച്ഛനും മകനും വരികയാണ് എൻ്റെ ഇതിൽ ചികിത്സക്ക്. ഈ സമയം മകനോട് ചോദിക്കുകയാണ് അമ്മക്ക് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, റിയാലിറ്റിയാണ്, മോനെ അറിയില്ല. എൻ്റെ അമ്മക്ക് ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ എന്ത് മരുന്നാ കുടിക്കണം, ആരെ മരുന്നാ കുടിക്കണം അറിയില്ല. എന്താ കാര്യം, ഇത് ഈ പറഞ്ഞ ഫോണും പിടിച്ചിട്ട് നമ്മളൊക്കെ വേറെ ലോകത്താവുന്നു. ഒറ്റ വാക്കിൽ കൺക്ലൂഡ് ചെയ്യുക, നമ്മളൊക്കെ അടുക്കളയിൽ തന്നെ ആരോഗ്യമുണ്ട്. ആരോഗ്യത്തിന് നിങ്ങൾ ആരും ആശുപത്രിക്ക് വരണ്ട. മാനസികമായി സ്ട്രെസ്സ് കുറയ്ക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹാപ്പി ആവുക, വ്യായാമം ചെയ്യുക, സമയത്ത് ഭക്ഷണം കഴിക്കുക, കൃത്രിമ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക. രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവില്ല. ആരോഗ്യപൂർണ്ണമാവട്ടെ, നിങ്ങളുടെ രോഗങ്ങൾ ഇല്ലാതെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ഡോക്ടർ നിഷിത, ഡോക്ടർ ബാസിൽ യൂസുഫ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.